ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. വിഷൻ ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യണം, അതുപോലെ അത് വിഷൻ ബോർഡ് എന്താണ്, അത് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ നടക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ തുടക്കം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് പഠിച്ചിട്ടും അത് പ്രാക്ടീസ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടെങ്കിലും ഇതുവരെ ഞാനൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാണ് നിങ്ങൾ അതേക്കുറിച്ച് ഒരു കാര്യം പറയുന്നത്, ചെയ്യാത്തൊരു കാര്യം എന്തിനാ പറയുന്നത് എന്നുള്ളത്. അത് കൂടുതൽ അതേക്കുറിച്ച് ഇപ്പൊ നമുക്ക് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനോട് സാമ്യമുള്ള ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് നമുക്ക് പ്രിന്റ് എടുത്ത് ജസ്റ്റ് ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ച് നമുക്ക് കാണുന്ന ഭാഗത്ത് വെക്കുക എന്നുള്ളതാണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതിലെല്ലാം തന്നെ അധികവും പിക്ചേഴ്സ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ അന്വേഷിച്ച് വായിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് വിഷൻ ബോർഡ് ശരിക്കും എഫക്റ്റീവ് ആവുന്ന, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പൊ എനിക്ക് അതിനകത്ത് കുറച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ള പല ടെക്നിക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇതുകൊണ്ട് ഇനി ആർക്കെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയാണ് എങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്നവരുണ്ടാകും. ഇപ്പൊ എനിക്ക് കഴിഞ്ഞില്ല എന്ന് കരുതിക്കൊണ്ട്, ഞാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ല കേട്ടോ, എത്രയും പെട്ടെന്ന് ഉടനെ തന്നെ ഞാൻ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യും ഇതേ രീതിയിൽ തന്നെ. എന്നിട്ട് അതിന്റെ പ്രിപ്പറേഷൻ വീഡിയോ അടക്കം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്യാം. പക്ഷെ നമ്മളിതൊരു സീരിയസ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ് വിഷൻ ബോർഡ് എന്ന് ആദ്യം പറയാം. നമ്മള് ഗോൾ ലിസ്റ്റിൽ എഴുതിയിരിക്കുന്നതും അതിൽ നിന്ന് നമ്മൾ ഡെയിലി അഫർമേഷൻ ബുക്കിലേക്ക് എഴുതുന്നില്ലേ, ഈ അഫർമേഷൻ ബുക്കിലേക്ക് എഴുതുന്നതായിട്ടുള്ള കാര്യങ്ങളെ ജസ്റ്റ് നമ്മളൊരു പിക്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്റെ പേരാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. എന്നും ബുക്ക് എടുത്ത് വായിക്കുകയും ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് വിഷൻ ബോർഡ്. ഇനി അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ഇത് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ആവറേജ് മനുഷ്യന്റെ ഒരു കാര്യം, ഒരു ശരാശരി ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഒരു 4 കാറ്റഗറി അല്ലെ വേണ്ട, ഒരു 5 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. അപ്പോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ശരിക്കും അത് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യേണ്ടത്. ആ ഒരു രീതി എന്ന് പറയുന്നത്, നമുക്ക് എന്തൊക്കെ ആഗ്രഹമുള്ളത്, സാധാരണക്കാരുടെ ഒരു കാര്യം എടുത്തോ, ഒരു സാധാരണ ഒരു മനുഷ്യന് എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കും? വീടില്ലാത്തവരാണെങ്കിൽ വീട്, പണം, ഓഫ് കോഴ്സ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ പണം, വീട്, വാഹനം ഇല്ലെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട നല്ലത്, അങ്ങനെയല്ലേ ചിന്തിക്കുക. വാഹനം, പിന്നെ എന്താണ്, നല്ല ബന്ധങ്ങള് അല്ലെ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളി വരണം, നല്ലൊരു കുടുംബ ബന്ധം ഉണ്ടാവണം, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കും. നല്ല മക്കള്, അപ്പോ ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കും. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം അല്ലെ, ആരോഗ്യം ഉണ്ടെങ്കിലേ ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നോർമലി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഇതിനെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയാം. ഇതിനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനൊരു കോഡ് കൊടുത്തിരിക്കുന്നത് HRMCO എന്നാണ്. HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ആ HRM ഓർത്താ മതി. HRMCO. H എന്ന് പറയുന്നത് ഹെൽത്ത് ആണ്. വിഷൻ ബോർഡില് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ാം സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് ഹെൽത്തിനാണ്. എന്തുകൊണ്ടാണ് 1ാം സ്ഥാനം കൊടുക്കേണ്ടത്? ആരോഗ്യമില്ല എങ്കിൽ, നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നില്ല, നമുക്ക് ജോലി ചെയ്യാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ബാങ്കിൽ കുറേ പണമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല കുടുംബ ബന്ധങ്ങളുണ്ട്, ഓക്കെ ശരി, സ്വന്തമായിട്ടൊരു വീടുണ്ട്, പക്ഷെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല, നമ്മൾ എന്നും അസുഖവും കാര്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കിടക്കുന്ന ഒരാളാണെങ്കിൽ ക്യാൻസൽ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ ബാക്കിയുള്ളതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ആരോഗ്യം വേണം അല്ലെ. 1ാം സ്ഥാനം ഹെൽത്തിനുള്ളതാണ്. 2ാം സ്ഥാനം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനാണ്, ബന്ധത്തിനാണ്. കാരണം നമ്മൾ മനുഷ്യരല്ലേ, നമുക്കൊരിക്കലും ഒറ്റപ്പെട്ട ഒരു ജീവിതം എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നല്ല വ്യക്തിബന്ധങ്ങൾ, അതില് ഈ പറയുന്ന ഫാമിലി അതാണ് ഫസ്റ്റ്. പിന്നെ എന്താണ്, ഫ്രണ്ട്സ്, നല്ല കൊളീഗ്സ്, ഇങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ അതിനകത്ത് വരും.
ഓക്കെ, അപ്പൊ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നല്ലതായിരിക്കണം. കാരണം പണമുണ്ട്, വീടുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, മാസം 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. പക്ഷെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ തോന്നില്ല. കാരണം എന്നും ഭർത്താവുമായിട്ട് വഴക്കാണ്, അല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോയേക്കാണ്, ഈ സ്വസ്ഥതയില്ല വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ. പക്ഷെ പണമുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, എല്ലാം ഉണ്ട്, കാര്യമില്ലല്ലോ. അപ്പൊ എന്ത് വേണം? നല്ല കുടുംബ ബന്ധവും വേണം. അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പൊ HRI അല്ലെ. ഇനി മണി അല്ലെ, പണം തീർച്ചയായിട്ടും വേണം. മനുഷ്യന് ജീവിക്കാനായിട്ട് എന്ത് കാര്യത്തിനും പറയില്ലേ, കുറച്ച് സ്നേഹം കൊണ്ടുവന്ന് കടയിൽ കൊടുത്താൽ ആരും അരി തരില്ല എന്ന് പറയണ പോലെ പണത്തിന് പണം തന്നെ വേണം. അപ്പൊ മൂന്നാമത് നമ്മൾ അത് ആഗ്രഹിക്കും. ഓക്കെ, വളരെ ആർത്തിയോട് കൂടിയുള്ളതല്ല, നമുക്ക് ജീവിക്കാൻ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാൻ തക്കവണ്ണം പണവും ആവശ്യമാണ്. അപ്പൊ HRM ക്ലിയർ ആയാലോ, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, മണി. ഇനി എന്താണ് സി ഫോർ കരിയർ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി. പലരും ഇഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നവരുമുണ്ട്, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നതുമുണ്ട്. ഇതിൽ ഏതാ നല്ലത്? നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ കിട്ടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം തുടങ്ങിയുള്ള ഒരു ആഗ്രഹമായിരുന്നു ടീച്ചർ ആവുക എന്നുള്ളത്. അപ്പോ അത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി ആയതുകൊണ്ട് നമ്മൾ സാലറി എന്ന് പറയുന്നത് പോലും ചിലപ്പോൾ സെക്കൻഡറി ആയിട്ട് വെക്കും. കാരണം നമുക്കിപ്പോ ഇതിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്ന, ഇപ്പൊ 1 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരു ജോലി ചിലപ്പോൾ കിട്ടിയേക്കാം. ഒരു 30,000 രൂപ ആയിരിക്കാം ചിലപ്പോൾ ടീച്ചിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്നെങ്കിൽ അവിടെ 30,000വും 1 ലക്ഷവും എന്നുള്ളതല്ല, നമുക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇഷ്ടത്തോടു കൂടി ഒരു ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കരിയർ, അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ HRMC ആയില്ലേ. ലാസ്റ്റ് O എന്ന് പറയുന്നത് അതർ എന്ന കാറ്റഗറിയാണ്. ഈ അതർ എന്നുള്ള കാറ്റഗറിയിൽ ഇത് 4 മാറ്റി നിർത്തിയിട്ട് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, മണി, കരിയർ അത്യാവശ്യമുള്ള കാര്യങ്ങളായി കഴിഞ്ഞു. ഇനി അതറിൽ നിങ്ങളുടേതായ പേഴ്സണലായ എന്ത് ഇഷ്ടങ്ങളും നിങ്ങൾക്ക് അതിൽ ചേർക്കാം. യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യാത്രകളെ കുറിച്ചുള്ളതാകാം, മറ്റ് ഹോബീസ് എന്തെങ്കിലും ഗാർഡനിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ്, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള എന്തും അതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ അതർ എന്നുള്ളൊരു കാറ്റഗറി. അപ്പൊ 5ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഈ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനി ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. നമുക്ക് ഒന്നെങ്കിൽ ഫസ്റ്റിലെ ഒരു 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, താഴെ 2 കോളം ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുകളിൽ 2 കോളം താഴെ 3, അതെങ്ങനെ വേണമെങ്കിലും. അതായത് നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സിൽ ഇതെല്ലാം ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം പിക്ചർ എടുത്ത് നമ്മൾ ഒട്ടിക്കണം. അപ്പോ അതിനനുസരിച്ച് നമുക്ക് ആ കോളത്തിന്റെ സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഹെൽത്ത് അല്ലേ. ഹെൽത്തിൽ നമ്മൾ എന്താ സാധാരണ ഒരു പിക്ചർ അവിടെ ഒട്ടിക്കുക? ഞാൻ കണ്ടെടുത്തോളം വിഷൻ ബോർഡിൽ ഇപ്പൊ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്മള് യോഗ ചെയ്യുന്നതിന്റെ, എക്സസൈസ് ചെയ്യുന്നതിന്റെ, അതായത് മറ്റൊരാൾ ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളുടെ ഒക്കെ, ഫ്രൂട്ട്സ് വെജിറ്റബിൾസിന്റെ ഒക്കെ ഫോട്ടോ ഇതൊക്കെ എടുത്തിട്ട് ഒട്ടിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും ഒരു വിഷൻ ബോർഡില് ഹെൽത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ ചെയ്യുന്നതിന്റെ ഫോട്ടോ, നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്യുന്നതിന്റെ ഫോട്ടോ അവിടെ എടുത്തു വെക്കാം. ഹെൽത്തിൽ ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ തീരെ മെലിഞ്ഞിരിക്കുന്ന ആളുകൾ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അത്യാവശ്യം വണ്ണം ഉള്ളവരാണെങ്കിൽ നല്ലൊരു ബോഡി ഷേപ്പോട് കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോ ഇതൊക്കെ നമ്മളുടേതായ മെയിൻ ആയിട്ട് ശരീരത്തിന്റെ ഭംഗി എന്നുള്ളതിനേക്കാളും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പൊ ഹെൽത്തി ഹാബിറ്റ് ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. നമ്മൾ നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കുന്ന ഫോട്ടോ, കുറെ നട്ട്സിന്റെയും ഒക്കെ വെച്ചിട്ട് അത് നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ, അത് നമ്മൾ തന്നെ എക്സസൈസ് ചെയ്യുന്നത്, നടക്കുന്നതോ ഓടുന്നതോ ചാടുന്നതോ യോഗ ചെയ്യുന്നതോ അല്ലെങ്കിൽ വീട്ടിലെ നമ്മൾ ഓരോ ജോലികൾ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ചെയ്യുന്നതിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അതാണ് മെയിൻ ആയിട്ട്. കാരണം നമ്മൾ ആരോഗ്യവതിയായിരിക്കുന്നു, അതാണ് ഹെൽത്തിന്റെ അവിടെ നമ്മൾ അതിന്റെ ഫോട്ടോ എടുത്താണ് വെക്കേണ്ടത്. ഇനി ആ ഫോട്ടോയുടെ താഴെ നമുക്ക് ജസ്റ്റ് ഒരു അടിക്കുറിപ്പ് പോലെ ഒരു അഫർമേഷൻ കൊടുക്കാം. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു എന്നുള്ളത് കൊടുക്കാം. ഇനി രണ്ടാമത്തത് റിലേഷൻഷിപ്പ് ആണ്. റിലേഷൻഷിപ്പിലും നമ്മൾ മറ്റുള്ള ഫാമിലിയിൽ എല്ലാവരും ചിരിച്ചു കളിച്ച് ഹഗ് ചെയ്ത് നല്ല സന്തോഷമായിട്ടിരിക്കുന്നതിന്റെ ഫോട്ടോ ആയിരിക്കും ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ചിലപ്പോൾ ഫാമിലി എന്ന് കൊടുക്കുമ്പോൾ അതിനകത്ത് വരുന്നത്. അതിനേക്കാളും നമ്മൾ നമ്മുടെ തന്നെ വീട്ടില് എല്ലാ കുടുംബാംഗങ്ങളുമായിട്ട് ചേർന്നിരുന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുക.
ഇനി അത് എടുത്തതുണ്ടെങ്കിൽ അത് കേട്ടോ, അല്ലെങ്കിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സുമായിട്ട് കൂടി ചേർന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കുക. നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റിൽ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക. ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ അവർ തമ്മിൽ ഇപ്പൊ എവിടെയെങ്കിലും, അതായത് നല്ല എന്താ പറയാ, നമുക്ക് മറക്കാനാവാത്ത മുഹൂർത്തങ്ങളുള്ള ഏതെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത് നമ്മൾ പോയതിന്റെയോ അങ്ങനെയുള്ള ഫോട്ടോസ് എടുത്തു വെക്കാം. മക്കളും ഒക്കെ ആയിട്ട് ചേർന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഫോട്ടോസ് എടുക്കാം. അപ്പൊ അതാണ് ശരിക്കും. എന്നിട്ട് അവിടെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് നല്ലൊരു കുടുംബ ബന്ധം, നല്ലൊരു ഫാമിലി ലഭിച്ചു എന്നുള്ളത് അവിടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഐ ലവ് മൈ ഫാമിലി എന്നുള്ളതിന് ഒരു ഇതായിട്ട് അവിടെ കൊടുക്കാം, ഒരു അഫർമേഷൻ പോലെ അങ്ങനെ കൊടുക്കാം. അപ്പൊ റിലേഷൻഷിപ്പ് ആയില്ലേ. ഇനി അടുത്തത് എന്താണ്? മണി. ഇതും ഗൂഗിളിൽ സെർച്ച് ചെയ്ത പണത്തിന്റെ, അതായത് നോട്ട് കെട്ടുകളുടെ ഒരു ഫോട്ടോ കിട്ടും. അതാണ് പലരും വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അതൊക്കെ മതി, ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിൽ പണം ഇരിക്കുന്ന കാണുന്നതിനേക്കാൾ നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ ക്യാഷ്, ഒന്നെങ്കിൽ നമുക്ക് സാലറി കിട്ടുന്നതോ, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് നമുക്ക് അപ്രതീക്ഷിതമായിട്ടൊരു പണം എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ, അതൊക്കെ കിട്ടുമ്പോൾ ഗൂഗിൾ പേ ആയിട്ടാണെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊരു പ്രിന്റ് എടുത്ത് വെക്കാം, ഇത്ര മണി നമ്മുടെ അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്തു എന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് സാലറി ഒക്കെ കിട്ടുന്ന സമയത്തുണ്ടല്ലോ, ശരിയാണ്, നമുക്കിപ്പോ ഓരോ കാര്യങ്ങൾ EMI കൊടുക്കാനുണ്ടാവും, വീടിന്റെ റെന്റ് കൊടുക്കാനുണ്ടാവും, പത്രം, പാല്, ഗ്യാസ് ഒക്കെ കൊടുക്കാനുണ്ടാവും. ഓക്കെ, പക്ഷെ കൊടുക്കുമ്പോഴും നമ്മൾ ഒരിക്കലും പണത്തെ കിട്ടിയ ചെലവാ 2 ദിവസം കൊണ്ട്, സാലറി വന്ന 4ാമത്തെ ദിവസം തീർന്നു എന്ന് പറയുന്നതിന് പകരം ഇതുണ്ടായിട്ടല്ലേ നമുക്ക് കൊടുക്കാൻ സാധിച്ചേ. ഈ പറയുന്ന പത്രം, പാല്, കേബിള്, കറണ്ട് ബില്ല് അല്ലെങ്കിൽ റെന്റ്, ഇതൊക്കെ കൊടുക്കാൻ സാധിക്കുന്ന എന്തുകൊണ്ടാ? കിട്ടിയത് കൊണ്ടാണ്. അപ്പൊ കൊടുക്കുമ്പോൾ പോലും ഇനിയും നമുക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് പണം വരണം, അതിനും ഒരു നന്ദി പറയണം. പിന്നെ നമുക്ക് ഇതൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ ഒരു 1000 രൂപയാണെങ്കിൽ വേണ്ട, ഒരു 1000 എത്രയാണെന്ന് നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾ ക്യാഷ് ആയിട്ട് എടുക്കുമ്പോൾ, ഇപ്പൊ 500ന്റെ കുറേ നോട്ട്, ഇപ്പൊ ഒരു 10,000 ആണെങ്കിൽ 500ന്റെ കുറേ നോട്ട് അത്യാവശ്യം നമ്മുടെ കയ്യിൽ പിടിക്കാനുണ്ടാവും. ഇത് നമ്മൾ പിടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഒരു 1000 രൂപയാണെങ്കിൽ കുഴപ്പമില്ല, അപ്പൊ 100ന്റെ കുറച്ച് നോട്ടുകൾ ആക്കിയാൽ മതി, 100, 50ന്റെ ഒക്കെ. അപ്പൊ നമ്മുടെ ഒരു കൈപ്പിടിയിൽ പിടിക്കാനായിട്ട് കുറെ നോട്ടുകളേ ഉള്ളൂ. ഇതിപ്പോ 500ന്റെ വേണം, 100ന്റെ വേണം എന്നൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ കയ്യിൽ കുറെ നോട്ടുകൾ ഉണ്ട്, അത് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കോയിൻ, ആ കോയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു കൈക്കുമ്പിളിൽ ഇങ്ങനെ എടുക്കുന്ന ഒരു ഇത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിന്റെയും ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മണി എന്നുള്ളതിൽ നമുക്ക് വെക്കാം. ഓക്കെ, പിന്നെ ഈ പറയുന്ന എന്താണ് പറഞ്ഞേ, അപ്പൊ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, മണിയായി. ഇനി നമ്മുടെ കരിയർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് എംപ്ലോയി ആകണം എന്നാണ് ആഗ്രഹം. അത് സ്പെസിഫൈ ചെയ്ത് പറയാണ്. ഇപ്പൊ കാനറ ബാങ്കിന്റെ ആണെങ്കിൽ കാനറ ബാങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ കാനറ ബാങ്കിന്റെ ഒരു ഫോട്ടോ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നേരിട്ട് പോയിട്ട് കാനറ ബാങ്കിന്റെ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാം, അതിന്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുക്കാം. ഇനി നമുക്ക് ഈ പറയുന്ന ഒരു ഓഫീസ് ചെയറിൽ ഇരുന്ന്, അല്ലെങ്കിൽ മുമ്പിൽ ഒരു ലാപ്ടോപ്പും വെച്ചിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ, അതായത് നമ്മൾ അവിടെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് അതിന്റെ തൊട്ടടുത്ത് ആ ഒരു ഫോട്ടോയും കൂടി നമുക്ക് എഡിറ്റ് ചെയ്ത് അതങ്ങനെ സെറ്റാക്കാം. ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എവിടെ, ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ നിങ്ങൾ നേരിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് നിങ്ങൾ ഇറങ്ങി വരുമ്പോ ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫി എടുത്താലും മതി, അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞിട്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോ അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുക. ഇതൊക്കെ നിങ്ങൾ വിഷൻ ബോർഡിൽ കരിയർ എന്നുള്ളെടുത്ത് വെക്കാം. പിന്നെ കരിയറിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാല്, ജനിക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ജോലി ചെയ്യല്ലോ, പഠിച്ചല്ലേ അതിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ പണ്ടത്തെ ഫോട്ടോസ് ഉണ്ടാവും, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ, കോളേജിലെ, സ്കൂളിലെ. അപ്പൊ ആ സ്കൂളിലെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് കോളേജിൽ പഠിക്കുന്ന ഫോട്ടോ, കോളേജിലെ കഴിഞ്ഞിട്ട് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഫോട്ടോ, ഇനി ഏത് സ്ഥാപനത്തിലേക്ക് നമ്മൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ കുറച്ചുകൂടി ഒരു ഹയർ ഗ്രേഡ് ആണെങ്കിൽ അതും നമ്മൾ ഇതുപോലെ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കരിയർ നല്ലതിൽ നിങ്ങൾക്ക് വെക്കാം. അപ്പൊ നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു കരിയർ ഗ്രോത്ത്, ഓക്കെ, ഞാൻ എന്റെ സ്കൂൾ ലെവൽ കഴിഞ്ഞു, ഹയർ സ്റ്റഡീസ് കഴിഞ്ഞു, ഇപ്പൊ ദേ ഒരു ജോലി ചെയ്യുന്നു, ഇനി ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിന്റെ അവിടുന്ന് ഞാൻ വരുന്നത്, അല്ലെങ്കിൽ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ. അപ്പൊ അത് കരിയറിൽ ഓക്കെ ആയല്ലോ. ഇനി അതേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും, ഇപ്പൊ വീടാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീടിന്റെ, ഇപ്പൊ നമുക്ക് ഒരു ലൊക്കേഷൻ കാണുമല്ലോ, ചിലരില്ലേ മുമ്പിൽ പാടത്തിന്റെ സൈഡ് വീട്, അല്ലെങ്കിൽ എന്താണ് റോഡ് സൈഡില്, അല്ലെങ്കിൽ പുഴയുടെ സൈഡില്,
അല്ലെങ്കിൽ ബാക്കിൽ മലയുള്ളത്, ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം കാണും. 2 നില വീട്, അല്ലെങ്കിൽ ചിലർക്ക് 4 കെട്ട്, അല്ലെങ്കിൽ കുഞ്ഞി ഒതുങ്ങിയ ഒരു വീട്. അങ്ങനെ നമുക്ക് ആ വീടിന്റെ ഒരു പ്ലാൻ പോലെ സെറ്റ് ചെയ്യാം. എന്നിട്ട് അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ പ്ലാൻ ഉള്ളത് ഗൂഗിളിൽ കിട്ടുമോ നോക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ ആ പിക്ചർ അത് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടോ, ഇനി നമുക്ക് വരയ്ക്കാനൊന്നും അതിനുള്ള കഴിവില്ലാത്തവരാണെങ്കിൽ ഈ രീതിയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അതും സെറ്റ് ചെയ്യാം. യാത്രകൾ പോകാനായിട്ട് പുറം രാജ്യത്തേക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഏത് രാജ്യത്തെയാണോ അവിടെ പോയി എടുക്കാൻ പറ്റില്ലോ, അപ്പൊ ആ രാജ്യത്തിന്റെ ഒരു ഫോട്ടോ എടുക്കുക. ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഫോട്ടോ അതിന്റെ സൈഡിൽ വെക്കുക. ഇപ്പുറം നിങ്ങൾ ബാഗ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പൊട്ടത്തരമാണ് വണ്ടത്തരമാണ് ഇത് പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഇതിന്റെ ഞാൻ ടെക്നിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാത്തിന്റെയും നമ്മൾ ഫോട്ടോസ് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇപ്പൊ കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതേ രീതിയിലൊക്കെ ആവുമ്പോ ഇത്തിരി പണിയുണ്ട് എന്ന് മനസ്സിലായില്ലേ, പെട്ടെന്ന് ഈസി അല്ല എന്നുള്ളത്. ഇതാണ് എനിക്കും സംഭവിച്ച ഒരു കാര്യം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇത്തിരി ഡിലേ വന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഈ വിഷൻ ബോർഡ് ഇതുവരെ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ സെറ്റ് ചെയ്യും. അപ്പോ ഇതേ രീതിയിൽ നമ്മൾ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു ബോക്സ്, ഒരു കാർഡ്ബോർഡ് ബോക്സോ എന്തിലെങ്കിലും നമ്മൾ ഈ ഫോട്ടോസ് ഇതേപോലെ ഒരു 5 കോളം കൊടുത്ത് അതിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഈ HRMCO എന്ന രീതിയിൽ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്, വീടെങ്കിൽ വീട്, ഓഫീസെങ്കിൽ ചില വർക്ക് ഹോളിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. എവിടെയാണോ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അത് ഏത് ഭാഗത്താണോ അവിടെ ഇത് വെക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇത് കാണും, നിരന്തരം നമ്മൾ ഇത് കാണും. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ, ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം, ലിവിംഗ് റൂം ആണെങ്കിൽ ലിവിംഗ് റൂം, ജോലി ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടേക്ക് ഇത് വെച്ച് കഴിയുമ്പോൾ, ഇനി പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ് ഞാൻ മാത്രം ഇത് കണ്ടാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വെക്കാം, നിങ്ങളുടെ കബോർഡിലോ എങ്ങനെയും വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കാണുന്നു, നിരന്തരം കാണുമ്പോൾ ഈ അഫർമേഷൻ പോലെ തന്നെയാണ് വിഷ്വലൈസേഷന്റെ എഫക്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം. നിരന്തരമായി കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക്, നമ്മൾ കേൾക്കുന്നതിനേക്കാൾ പവർഫുൾ ആണ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ. നമ്മൾ കാണുന്നതിനെ മനസ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും കേൾക്കുന്നതിനേക്കാൾ. അതുകൊണ്ടാണ് ചില പഠനങ്ങളിലൊക്കെ നമ്മൾ തിയറിറ്റിക്കലി ഉള്ളതിനേക്കാൾ നമ്മൾ പ്രാക്ടിക്കലി അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. കാരണം തിയറിറ്റിക്കലി പഠിക്കുന്നതിനേക്കാൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴത്തെ ആ ഒരു എഫക്റ്റ് അറിയാലോ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു രീതി. ഇനി ഞാനിത് വീഡിയോ ആയിട്ട് ഞാൻ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അതിന്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോയും കൂടെ എടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോ എളുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ നമ്മുടെ ആഗ്രഹങ്ങളുള്ള ടൈപ്പ്, പണമാണെങ്കിൽ പണത്തിന്റെ കുറച്ച് ഫോട്ടോ, നല്ല കുടുംബ ബന്ധമാണെങ്കിൽ അതിന്റെ ഫോട്ടോ. ഇനി വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യും, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ കൊണ്ടുവന്ന് വെക്കാം എന്നല്ലാതെ, പക്ഷെ അതും വീട്ടില് കാണാൻ പറ്റില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇനി അതുമല്ല, ഇങ്ങനെയൊന്നും ഇല്ല, വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല, പക്ഷെ വിവാഹം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളവർക്ക് നല്ല കപ്പിൾസിന്റെ എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു ഐഡിയൽ കപ്പിൾ എന്നൊക്കെ നമ്മൾ കാണുന്നത് ആരാണോ, നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് വെക്കാം. ഇല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ ആണെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പൊ സെലിബ്രിറ്റീസിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന റിയൽ ലൈഫോ ഒക്കെ വേറെ ആയിരിക്കും. എന്നാലും ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ് ജയറാമിന്റെ ഫാമിലി, ജയറാം പാർവതി, അതുപോലെ സൂര്യ ജ്യോതിക. ഈ ഒരു ഫാമിലിയൊക്കെ എല്ലാ ഫാമിലിയിലും എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പോയി നോക്കിയിട്ടല്ല, എങ്കിലും നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയൽ എന്ന് തോന്നുന്നതായിട്ടുള്ള രീതിയിൽ ഓരോരുത്തർക്കും കാണുന്നേ എന്റെ ഫാമിലിയിൽ തന്നെയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഫോട്ടോസും നമുക്ക് എന്ത് ചെയ്യാം, അത് എടുത്ത് അവിടെ വെക്കാം. അപ്പൊ അതേപോലെ ഒരു പാർട്ട്ണർ, അവരുടെ ആ ഒരു ലൈഫ് അതേപോലെ നമുക്ക് വരാനായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാണുക. അപ്പൊ ഈ വിഷ്വലൈസേഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രയോജനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സീരിയല്, സിനിമ ഇതൊക്കെ കാണുമ്പോൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുമ്പോൾ നിരന്തരം കാണുമ്പോൾ ഇത് കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സ്ഥിരമായിട്ട് സീരിയൽ കണ്ടിട്ട് ഒരാളുടെ ലൈഫിൽ അതേപോലെയുള്ള ഒരു സംഭവം നടന്നു, അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് അവർ പറയണേ. ഞാൻ ഇങ്ങനെയൊന്നും എന്റെ ലൈഫിൽ വരുമ്പോൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന്. ഇത് ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് അതിനകത്ത് ഒരു അനുഭവകഥ സാറ് പറഞ്ഞു തന്നാണ് കേട്ടോ ഇത്. അപ്പോ അതാണ് നമ്മൾ പറയണത്, നമ്മൾ ചിന്തിക്കണമെന്ന് പോലും ഇല്ലാന്നേ. നമ്മൾ ചിലപ്പോൾ നിരന്തരം കാണുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിങ്ങനെ അറിയാതെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വിഷൻ ബോർഡിന്റെ ടെക്നിക്ക്. എങ്കിൽ പിന്നെ കാണുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സ്ഥിരമായിട്ട് കണ്ടൂടെ, അത് നമ്മുടെ ലൈഫിലേക്ക് വരില്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്റെ പേര് അഞ്ജലി എന്നാണ്.
ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു സീരീസ് വീഡിയോ ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1-2 വീഡിയോ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനൊരു ടൈം ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. പിന്നെ അത് അങ്ങനെ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതിയാകും കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും താങ്ക് യു.